രാത്രി 2 മണി ജംഗിൾ റിസോർട്ടിലെ ഒരു VIP മുറിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ഒരു ഗോൾഡ് നെക്ലേസ് മോഷ്ടിക്കപ്പെടുന്നു. നേരം പുലർന്ന ഉടനെ തന്നെ ഡിറ്റക്റ്റീവ് മെഹലും അസിസ്റ്റന്റ് ആലിയയും സംഭവ സ്ഥലത്ത് എത്തിച്ചേരുന്നു. സർ, ജംഗിൾ റിസോർട്ടിലെ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇത്രയും വലിയ മോഷണമോ? ഈ തണുപ്പിൽ നല്ല ചൂടുള്ള ജിലേബി കഴിക്കേണ്ടതായിരുന്നു. എന്തായാലും സർ, റിസോർട്ടിന് പുറത്തുള്ള മൺപാതയിൽ വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. ഞാനും അത് തന്നെയാ നോക്കുന്നത്. രാത്രിയിൽ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് മണ്ണിൽ ഷൂസിന്റെ അടയാളങ്ങൾ റിസോർട്ടിനുള്ളിലേക്ക് വരുന്നത് വ്യക്തമായി കാണാം. എന്നാൽ പുറത്തു പോകുന്ന ഫുട് പ്രിന്റ്സ് ഇല്ല. ദൈവമേ, അതിനർത്ഥം കള്ളൻ മോഷണം നടത്തിയ ശേഷം പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ്. അവൻ ഇപ്പോഴും റിസോർട്ടിനുള്ളിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. ആലിയ, അകത്ത് തന്നെ ഇരിക്കാൻ മാത്രം കള്ളൻ അത്ര വിഡ്ഢിയായിരിക്കില്ല. നമ്മൾ ഈ അടയാളങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിക്കണം. യഥാർത്ഥ രഹസ്യം എവിടെയാ ഒളിഞ്ഞിരിക്കുന്നത്? എന്താ നമുക്ക് കള്ളനെ പിടികൂടുവാൻ സാധിക്കുമോ? ഇതറിയുന്നതിനായി ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. സർ, ഒരു കാര്യം, പുറത്തേക്ക് പോകുന്ന ഫുട് പ്രിന്റ്സ് ഇല്ലെങ്കിൽ കള്ളൻ ഇനി മതിൽ ചാടിയാണോ പോയത്? അങ്ങനെ ഒന്നും ഇല്ല ആര്യ. ഈ അടയാളങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പുറത്തു കടക്കാൻ കള്ളൻ വളരെ ബുദ്ധിപരമായ ഒരു വിദ്യയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ലോജിക്കൽ ആർമി, റിസോർട്ടിന് പുറത്തെ മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന ഈ ഫുട് പ്രിന്റ്സ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ. അടയാളങ്ങളിൽ ഷൂസിന്റെ മുൻഭാഗം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. പിൻഭാഗം വളരെ നേർത്തതുമാണ്. കള്ളൻ പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ഈ അടയാളങ്ങൾ എന്താണ് വ്യക്തമാക്കുന്നത്? നിങ്ങളുടെ പക്കൽ 5 സെക്കൻഡ് സമയമുണ്ട്. നന്നായി ചിന്തിക്കൂ. സർ, എനിക്ക് മനസ്സിലായി. ഷൂസിന്റെ മുൻഭാഗത്തെ അടയാളം ആഴത്തിലുള്ളതാണ്. അതിന്റെ അർത്ഥം എല്ലാവർക്കും ആരോ ഉള്ളിലേക്ക് വന്നതാണെന്ന് തോന്നാൻ വേണ്ടി കള്ളൻ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുമ്പോൾ പിന്നിലേക്കാ ഓടിയത്. ആലിയ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. കള്ളൻ റിസോർട്ടിന് പുറത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട്. അവൻ പുറകോട്ട് നടന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. മോർണിംഗ് ആരൊക്കെയാണ് ജോഗിങ്ങിന് പോയതെന്ന് ഞങ്ങളോട് പറയും. സർ, രാവിലെ 3 പേരാ ജോഗിങ്ങിന് പോയത്. മെഹുലും മാലിയയും ഉടൻ തന്നെ രാവിലെ റിസോർട്ടിന് പുറത്തുള്ള മൺപാതയിലൂടെ ജോഗിംഗ് ചെയ്യുവാൻ പോയ ആ 3 ഗസ്റ്റിനെയും വിളിച്ചു വരുത്തുന്നു. രാത്രി റിസോർട്ടിൽ വലിയൊരു മോഷണം നടന്നു. നിങ്ങൾ 3 പേരെയും സംശയമുണ്ട്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ് വേണം. സർ, ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ ജോഗിങ്ങിനായി ഇറങ്ങിയിരുന്നു. ഞാൻ ആരെയും റിസോർട്ടിലേക്ക് വരുന്നതോ പോകുന്നതോ കണ്ടിട്ടില്ല. സർ, ഞാൻ റിസോർട്ടിന്റെ ഗാർഡനിൽ മാത്രമാണ് നടന്നിരുന്നത്. മോഷണത്തെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയില്ല. സർ, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നേരെ റിസോർട്ടിലെ ജിമ്മിലേക്കാണ് പോയത്. എനിക്ക് ഈ മൺപാതയുമായി യാതൊരു ബന്ധവുമില്ല. സർ, എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്സ് കേട്ടിട്ട് എല്ലാവരിലും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പഞ്ചസാരയില്ലാത്ത കോഫി പോലെ. ലോജിക്കൽ ആർമി, ഈ 3 സസ്പെക്ടിന്റെയും സ്റ്റേറ്റ്മെന്റ്സും അവരുടെ ഷൂസും ശ്രദ്ധിച്ചു നോക്കൂ. ഒരു സസ്പെക്ടിന്റെ കള്ളം വളരെ വ്യക്തമായി പിടിക്കപ്പെടുന്നുണ്ട്. എന്താ നിങ്ങൾക്കത് ആരാണെന്ന് ഗസ് ചെയ്യുവാൻ സാധിക്കുമോ? നിങ്ങളുടെ പക്കൽ 5 സെക്കൻഡ് സമയമുണ്ട്. സർ, ഈ സസ്പെക്ട് 3 വിക്രം കള്ളമാ പറയുന്നത്. താൻ ജിമ്മിൽ മാത്രമാ പോയതെന്നാ ഇയാൾ പറയുന്നത്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കൂ, ഇയാളുടെ സ്പോർട്സ് ഷൂസിന്റെ പിൻഭാഗത്ത് ഇപ്പോഴും പുറത്തെ നനഞ്ഞ മണ്ണ് പുരണ്ടിരിക്കുന്നുണ്ട്. എക്സലന്റ് ആലിയ. വിക്രം, നീ ജിമ്മിനുള്ളിൽ മാത്രമായിരുന്നുവെങ്കിൽ നിന്റെ ഷൂസിൽ പുറത്തെ നനഞ്ഞ മണ്ണ് എങ്ങനെ പുരണ്ടു? അതിനർത്ഥം നീ പുറത്തുള്ള ആ മൺപാതയിലൂടെ പോയിരുന്നുവെന്നാണ്. വിക്രമിന്റെ കള്ളം പിടിക്കപ്പെട്ട ഉടൻ തന്നെ അവൻ പെട്ടെന്ന് പരിഭ്രാന്തനായി മെഹുലിനെ തള്ളിമാറ്റി റിസോർട്ടിന് പിന്നിലെ കാട്ടുപാതയിലേക്ക് ഓടുന്നു. അരേ സർ, ഇവൻ ചട്നി ഇല്ലാത്ത സമോസ പോലെയാണ്. വഴുതിപ്പോയി. അവന് പിടിക്ക്. അവന് ഓടുകയാ. അവന് കാട്ടിൽ അധിക ദൂരമൊന്നും ഓടുവാൻ കഴിയില്ല ആര്യ. പുറത്ത് തിരയുക ബുദ്ധിമുട്ടാണ്. എങ്കിലും അവൻ മുന്നിലുള്ള 3 വ്യത്യസ്ത മൺപാതകളിൽ ഏതെങ്കിലും ഒന്നിലൂടെ ആകെ പോയിട്ടുണ്ടാകുക. സർ, ഇവിടെ 3 വഴികളും ഒരുപോലെയാണല്ലോ കാണപ്പെടുന്നത്. നമ്മൾ തെറ്റായ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവൻ അപ്പോഴേക്കും വളരെ ദൂരം പോയിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിച്ചു നോക്കൂ ആലിയ. പരിഭ്രാന്തനായി ഓടുന്നതിനിടയിൽ അവൻ ഇവിടെയും എന്തെങ്കിലും ഒരു അടയാളം ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ലോജിക്കൽ ആർമി, ഈ 3 വഴികളും എയും ബിയും സിയും ഒരു തവണ ശ്രദ്ധിച്ചു നോക്കൂ. വിക്രം ഏത് വഴിയിലൂടെയാണ് ഓടിപ്പോയത്? കുറച്ചൊന്ന് ബുദ്ധി ഉപയോഗിക്കൂ. നിങ്ങളുടെ പക്കൽ 5 സെക്കൻഡ് ഉണ്ട്. മെഹുൽ സർ, എനിക്ക് കിട്ടി. പാത്ത് എയും ബിയും തികച്ചും നോർമലാണ്. എന്നാൽ പാത്ത് സിയിൽ ചെടികളുടെ ഇലകൾ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. കൂടാതെ മണ്ണും ഇളകി കിടക്കുന്നുണ്ട്. അവൻ തീർച്ചയായും പാത്ത് സിയിലൂടെ തന്നെയാണ് ഓടിപ്പോയിരിക്കുന്നത്. അത്ഭുതം തന്നെ ആലിയ. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ പാത്ത് സിയിലൂടെ മുന്നോട്ട് പോകാം. മെഹുലും മാലിയയും വേഗത്തിൽ പാത്ത് സിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. അവിടെ മുന്നോട്ട് പോയപ്പോൾ ഒരു പഴയ കുടിൽ കാണുന്നു. അതിന്റെ വാതിൽ അടച്ചിരിക്കുന്നു. സർ, കള്ളൻ ഈ കുടിലിനുള്ളിൽ തന്നെയാ ഒളിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. വരും, നമുക്ക് വാതിൽ പൊളിച്ചെടുക്കാം. സർ, എന്നെ പിടിക്കരുത്.
ഞാൻ മോഷണമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പേടി കൊണ്ട് മാത്രമാണ് ഓടിപ്പോയത്. വിക്രം, നുണ പറയരുത്. നീ ഇന്നസെന്റ് ആണെങ്കിൽ പിന്നെ എന്തിനാ ഓടിയത്? റിസോർട്ടിൽ നിന്ന് പുറകോട്ട് എന്തിനാ ഓടിയത്? നിന്റെ ഷൂസിൽ എങ്ങനെയാ മണ്ണ് പുരണ്ടത്? ഞാൻ രാത്രിയിൽ മോഷണം നടത്തുവാൻ പതിയെ VIP റൂമിന് സമീപം പോയിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഞാൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ആരോ നെക്ലേസുമായി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ അയാളെ കണ്ടു. അതുകൊണ്ട് പേടിച്ച ഞാൻ പുറകോട്ട് ഓടിയത്. ആരെ? ഇത് നമ്മൾ കല്യാണത്തിന് പനീർട്ടിക്ക കഴിക്കാൻ പോവുകയും നമ്മൾ എത്തുന്നതിന് മുൻപ് തന്നെ ബുഫേ തീർന്നു പോവുകയും ചെയ്തതുപോലെ ആയല്ലോ. വിക്രം, നീ മോഷണം നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നീ ആരെയാ അവിടെ കണ്ടത്? വിക്രം, നീ പാനിക്കായ ഓടിയത്. അതിനർത്ഥം നീ യഥാർത്ഥ കള്ളനെ കണ്ടിട്ടുണ്ടെന്നാണ്. അയാൾ എന്താണ് ധരിച്ചിരുന്നതെന്ന് വ്യക്തമായി പറയും. സർ, അവിടെ നല്ല ഇരുട്ടായിരുന്നു. എങ്കിലും അയാളുടെ നിഴലിൽ നിന്ന് അയാൾ വിചിത്രമായ ഒരു നീളൻ റെയിൻകോട്ട് ധരിച്ചിരുന്നതും കയ്യിൽ റിസോർട്ടിൽ ഒരു പഴയ സെക്യൂരിറ്റി ടോർച്ച് ഉണ്ടായിരുന്നതും വ്യക്തമായി ഞാൻ കണ്ടു. റെയിൻകോട്ടും സെക്യൂരിറ്റി ടോർച്ചും. ആലിയ നമ്മുടെ സസ്പെക്സ് മൊഴി നൽകിയപ്പോൾ എന്തായിരുന്നു അവിടെ നടന്നതെന്ന് ഓർത്തു നോക്കൂ. ഉത്തരം അവരുടെ പക്കൽ തന്നെ ഉണ്ട്. ലോജിക്കലാണ്. സംശയിക്കപ്പെടുന്നവരുടെ മൊഴികൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു ഓർത്തു നോക്കൂ. രാവിലെ മൊഴി നൽകിയപ്പോൾ ആരാണ് തന്റെ പക്കൽ റെയിൻകോട്ട് വെച്ചിരുന്നത്? അല്ലെങ്കിൽ സെക്യൂരിറ്റി ടോർച്ച് എടുത്തിരുന്നത്? ആരാണ് യഥാർത്ഥ കള്ളൻ? വേഗം ചിന്തിക്കൂ. മെഹുൽ സർ, എനിക്ക് ഓർമ്മ വന്നു. നമ്മൾ ഗാർഡനിൽ വെച്ച് രാഹുലിന്റെ മൊഴിയെടുക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു പഴയ സെക്യൂരിറ്റി ടോർച്ച് ഉണ്ടായിരുന്നു. കൂടാതെ അയാളുടെ ചെയറിൽ ഒരു നനഞ്ഞ റെയിൻകോട്ടും തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ് ആലിയ, രാഹുൽ തന്നെ ആ മോഷണം നടത്തിയത്. വിക്രത്തിന് മേൽ സംശയം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ഇതെല്ലാം ചെയ്തത്. വരൂ, നമുക്ക് റിസോർട്ടിലേക്ക് തിരികെ പോയി അവനെ പിടികൂടാം. അപ്പോൾ തന്നെ മെഹുലും ആലിയയും വിക്രമും വേഗത്തിൽ തിരികെ റിസോർട്ടിലേക്ക് എത്തുന്നു. നേരെ മറ്റ് 2 സസ്പെക്ട്സിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. സർ, നിങ്ങൾ തിരികെ വന്നോ? നിങ്ങൾ ഈ വിക്രമിനെ പിടികൂടിയോ? തീർച്ചയായും അവൻ തന്നെയാ ആ നെക്ലേസ് മോഷ്ടിച്ചത്. അരെ രാഹുൽജി, മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് നിർത്തു. വിക്രം സമോസയിലെ ഉരുളക്കിഴങ്ങ് മാത്രമാണ് മോഷ്ടിച്ചത്. യഥാർത്ഥ സമോസ നിങ്ങളുടെ പോക്കറ്റിലാ ഉള്ളത്. എന്നെ കളിയാക്കാതിരിക്കൂ മാഡം. ഞാൻ രാത്രി മുഴുവനും എന്റെ മുറിയിൽ തന്നെയായിരുന്നു. ഈ മോഷണവുമായി എനിക്ക് എന്താ ബന്ധം? രാഹുൽ, എല്ലാവരുടെയും സംശയം വിക്രമിലേക്ക് തിരിയുമ്പോൾ നിനക്ക് രക്ഷപ്പെടാമെന്ന് നീ കരുതിയോ? എന്നാൽ നിന്റെ നനഞ്ഞ റെയിൻകോട്ടും സെക്യൂരിറ്റി ടോർച്ചും നിന്റെ കള്ളത്തരം തുറന്നു കാട്ടുന്നുണ്ട്. സർ, എന്തൊരു മര്യാദകേടാണിത്. മഴ കാരണമാണ് എന്റെ റെയിൻകോട്ട് നനഞ്ഞത്. അതിന് ഞാൻ കള്ളനാണെന്ന് അർത്ഥമില്ല. നിങ്ങളുടെ പക്കൽ വേറെ എന്ത് തെളിവാ ഉള്ളത്? തെളിവ് അത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട് രാഹുൽജി. സർ, ശ്രദ്ധിച്ചു നോക്കൂ. ഇയാളുടെ റെയിൻകോട്ടിന്റെ ഉള്ളിലെ സിബ് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കൂടാതെ ഒരു പോക്കറ്റിന്റെ ഒരു ഭാഗം നല്ല ഭാരമുള്ളതായി കാണപ്പെടുന്നു. നീ വളരെ കറക്റ്റ് ആയിട്ടാണ് നോട്ടീസ് ചെയ്തത് ആലിയ. ഇല്ല, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ എല്ലാം വളരെ വൃത്തിയായിട്ടാ ചെയ്തത്. വൃത്തിയെല്ലാം ഷൂസിലെ മണ്ണ് കളയുന്നതിൽ മാത്രമാ കാണിച്ചത് രാഹുൽജി. എന്നാൽ ബുദ്ധിയുടെ മിടുക്കിൽ നിങ്ങൾ പിടിക്കപ്പെട്ടു. സമോസ എത്ര ഒളിപ്പിച്ചു വെച്ചാലും അതിന്റെ മണം പുറത്തു വരിക തന്നെ ചെയ്യും. പോലീസ് എത്തി യഥാർത്ഥ കള്ളനെ പിടികൂടിക്കൊണ്ടു പോവുകയും ചെയ്തു. താങ്ക് യു സോ മച്ച് ഡിറ്റക്റ്റീവ് മെഹുൽ ആൻഡ് ആലിയ. നിങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ റിസോർട്ടിന്റെ മാനം മണ്ണിൽ ഒലിച്ചു പോയേനെ. അരെ ഓണർ സർ, താങ്ക് യു. ഒക്കെ ശരി. പക്ഷേ ഇപ്പോൾ ഈ സന്തോഷത്തിൽ എനിക്ക് നല്ല ചൂട് ആലു പൊറോട്ടയും ഇഞ്ചിച്ചായും വേണം. എന്റെ വയറ്റിലെ മണി ഇപ്പോൾ വളരെ ഉച്ചത്തിലടിക്കുന്നുണ്ട്. വരുവാനിയ, ഇന്ന് നിന്റെ അത്ഭുതകരമായ ഒബ്സർവേഷന് പെറോട്ട എന്റെ വക. കേസ് ക്ലോസ്ഡ്.